ഞാൻ ചെയ്തെടുത്തൊരു റൗണ്ടിലുള്ളൊരു ഹാൻഡ് എംബ്രോയിഡറി വർക്കാണ്, സിമ്പിൾ വർക്കാണ്. നടുക്കിൽ സാറ്റിൻ സ്റ്റിച്ചും ചുറ്റും ക്രോസ് സ്റ്റിച്ചുമായിട്ട്. അപ്പോൾ അത് നമ്മളെ ബെഡ്ഷീറ്റിലോ പില്ലോ കവറിലോ സോഫേൻ്റെ മുകളിലോ കുഷ്യനിലോ ഒക്കെ ചെയ്തെടുത്ത് നല്ല ഭംഗിയുണ്ടാവും കാണാൻ. 2 കളറിലെ നൂലും ഡബിൾ ഷെയ്ഡ് നൂല് കൊണ്ട് ചെയ്യുമ്പോഴാണ് ഏറ്റവും ഭംഗി വരുന്നത് അതിന്. അപ്പോൾ ഈ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള വിധം നോക്കാം. അടുത്തൊരു ബെഡ്ഷീറ്റാണിത്. ഇത് വലുതാണ്, 6'5" ബെഡ്ഷീറ്റാണിത്. ഇതിൻ്റെ അകത്ത് നിറച്ചും ഞാൻ കണ്ടത് മാതിരത്തെ റൗണ്ടുള്ള ഡബിൾ ഷെയ്ഡ് നൂല് കൊണ്ടാണ് ഉപയോഗിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേമാതിരി റൗണ്ട് ഹാൻഡ് എംബ്രോയിഡറി ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കാണിക്കാൻ ഇത് ഫുള്ളായിട്ട് ഈ നോർത്ത് വെച്ച് കാണിക്കുക സൗകര്യമില്ലാത്തതിനെ കൊണ്ട് ഞാൻ മടക്കി വെച്ചിട്ടാണ് ഈ ബെഡ്ഷീറ്റ് ഞാൻ കാണിക്കുന്നത്. കണ്ടത് ഇതേമാതിരി ഞാൻ റൗണ്ട് ഷേപ്പിൽ ഒരു എംബ്രോയിഡറി ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതിലൊക്കെ ഞാൻ ഈ ബെഡ്ഷീറ്റ് ഫുള്ളായിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബെഡ്ഷീറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ, ബെഡിൽ വിരിച്ചിടുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ഇത് കാണിച്ചു തരാം. അപ്പോൾ ഈ എംബ്രോയിഡറിമൊക്കെ ഒരു ബെഡിൻ്റെ വലുതായിട്ട് നിറച്ചും ചെയ്തിട്ട് റൗണ്ടായിട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. അപ്പോൾ അതേമാതിരി ഉണ്ടാകുമ്പോൾ ഈ ബെഡ്ഷീറ്റിൻ്റെ അകത്ത് ചെയ്തെടുത്ത ഈ എംബ്രോയിഡറി കാണാൻ. റൗണ്ട് ഞാൻ കാണിച്ചു തന്നിട്ട് ആ റൗണ്ടിൻ്റെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനെന്താ ഡബിൾ ഷെയ്ഡുള്ള ഈ നൂലാണ് എടുത്തത്. പിങ്ക് കളറുള്ള നൂലാണ് ഇപ്പോൾ തൽക്കാലം എടുത്തത്. ഇത് ഡോളീൻ്റെ നൂലാണ്. പിന്നെ 1 രൂപേൻ്റെ തുട്ട് കണ്ടോ. എന്തിനാ വെച്ചാൽ റൗണ്ടായിട്ട് കിട്ടാൻ വേണ്ടി. ഇത് 2ആണ്, എന്നാലും പോട്ടെ, ഒന്ന് തന്നെ. അതിൻ്റെ അകത്ത് ഇതിൻ്റെ മുകളിൽ വരച്ചെടുക്കുന്നത്. അങ്ങനെ നടുക്കിലായിട്ട് എവിടെയെങ്കിലും നമ്മളൊരു 1 രൂപ കോയിൻ എടുത്തിട്ട് നല്ലൊരു റൗണ്ട് വരയ്ക്കുക. റൗണ്ട് വരച്ചെടുക്കുക. അപ്പോൾ ഞാൻ അതേമാതിരി റൗണ്ട് വരച്ചെടുത്തു. 1 രൂപ കോയിൻ്റെ റൗണ്ടാണ് ഏറ്റവും കണക്കായിട്ട് വരുന്നത്. കാരണം വെച്ചിട്ട് 10 രൂപേൻ്റെ ആവുന്ന സമയത്ത് ഭയങ്കരമായിട്ട് വലിപ്പം കൂടി വന്നു. ഇനി ഇതിൻ്റെ നടുക്കിലായിട്ട് ഒരു ചെറിയ റൗണ്ട് വരച്ച് വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ഇത് ഫ്രെയിമിലിടാം നമുക്ക്. അതേമാതിരി ഞാൻ നടുക്കിൽ ചെറിയ റൗണ്ട് വരച്ച് വെച്ചു. ഇനി അത് 3 ലെയർ 6 ലെയറാണല്ലോ ഒരു ഹാൻഡ് എംബ്രോയിഡറി നൂലുണ്ടാവും. അപ്പോൾ അതിൽ 3 ലെയർ എടുത്തിട്ട് ഞാൻ സൂചീൻ്റെ മുകളിൽ കോർത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നടുക്കിൽ ഇതിൻ്റെ ഇതിൻ്റെ നടുക്കിലായിട്ട് ഇങ്ങനെ കുത്തിയെടുക്കുക. അറ്റത്തൊരു കെട്ടിടണ എല്ലാം അങ്ങോട്ട് അഴിഞ്ഞു പോയി കുത്തിയെടുത്തിട്ട് ഈ മേലത്തെ റൗണ്ട് ഇടണം. അതിൻ്റെ മുകളിൽ ക്രോസായിട്ട് തുന്നുക. ഈ റൗണ്ട് മുഴുവൻ ക്രോസായിട്ട് ഈ റൗണ്ട് അടിയിലത്തെ റൗണ്ട് സാറ്റിൻ സ്റ്റിച്ചിലുള്ളത് വരുന്നുണ്ട്. അങ്ങനെ എടുത്തു. അങ്ങനെ വന്നിട്ട് ഇവിടെ പിന്നെ എടുക്കുന്നത് ഇതെങ്ങനെ എടുക്കുക. ഇതിനുള്ള കൂടെ കണ്ടോ, ഇതിനുള്ള കൂടെ അടുപ്പിച്ചെടുക്കാം. ഇവിടെ സാറ്റിനാണ് വരിക. അപ്പോൾ ഇവിടെ മേലെ കണ്ടോ, മേലെ ക്രോസായിട്ട് വന്നു കാണുന്നുണ്ടല്ലോ. ഇതിങ്ങനെ വലിച്ചെടുക്കുക. അപ്പോൾ അവിടെ സാറ്റിൻ വന്ന് പിന്നെ അടുത്തതിൻ്റെ മുകളിൽ ഇതേമാതിരി തന്നെ ക്രോസ് എടുക്കുക. അടുപ്പിച്ച് ക്രോസ് വേണമെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ വിട്ടിട്ട് വേണമെങ്കിലും ക്രോസ് എടുക്കുക. എങ്ങനെ വേണമെങ്കിലും എടുക്കുക. അടുപ്പിച്ച് വേണ്ടവർക്ക് അടുപ്പിച്ചെടുക്കുക. അല്ലെങ്കിൽ കുറച്ച് വിട്ടിട്ട് മതി എന്ന് വിചാരിക്കുന്നവർ ആ സമയത്ത് കുറച്ച് വിട്ടിട്ടുള്ളതും ചെയ്യും. ഞാൻ ഇവിടെ അടുപ്പിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, കണ്ടോ സാറ്റിൻ സ്റ്റിച്ച് വരുന്ന ഇതേമാതിരി തന്നെ ഈ റൗണ്ട് ചെയ്യുക. ക്രോസായിട്ട് എടുക്കാം. മേലെ ക്രോസായി എടുത്തിട്ട് അടിയിൽ സാറ്റിൻ ചെയ്യുക. ഈ റൗണ്ട് താഴത്തുള്ള റൗണ്ട് സാറ്റിനാണ്.
ഇതേമാതിരി വരും. അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇത് പകുതി വരെ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ പകുതി വരെ ചെയ്തിട്ടില്ല, എന്നാലും ഞാനത് അതുവരെ കുറച്ചും കൂടെ ചെയ്തെടുത്തുകൊണ്ട് ഇതേമാതിരി വരും. ഇതേമാതിരി തന്നെ അങ്ങനെ ചെയ്തുകൊണ്ട് ഒരു റൗണ്ട് ഫുള്ളൊക്കെ. ഇത് ഡബിൾ ഷെയ്ഡ് നൂല് വരുന്ന സമയത്താണ് ഇത് നല്ല കളറ് വരുന്നത്, ഭംഗി കൊടുക്കുന്നത്. സിംഗിൾ കളറിനെക്കാട്ടും ഇത് ചേരുന്നത് ഡബിൾ ഷെയ്ഡ് നൂലിനാണ്. ഞാൻ സിംഗിൾ കളറിൽ ഇത് ചെയ്ത് നോക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. നമ്മൾ കുറച്ച് ഇങ്ങോട്ടാക്കിയിട്ട് കുത്തി കൊടുത്താൽ അപ്പോൾ അതെല്ലാം അവിടെ കിട്ടും. അപ്പോൾ ക്ലോസ് ശരിക്കും വരണേ, ക്ലോസ് വന്നിട്ടുണ്ടെങ്കിൽ ആകെ വൃത്തികരമാണ്. ഫ്രെയിം തിരിച്ച് കൊടുത്താൽ മതി. ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുന്ന സമയത്ത് എപ്പോഴും സ്ലോ ആയിട്ട് ചെയ്യുന്നതെന്നല്ല, തിരക്ക് പിടിച്ച് ചെയ്തതിൻ്റെ ആഴ്ച കഴിഞ്ഞാൽ ആ വർക്ക് നീറ്റാവില്ല. നേരെ മറിച്ച് സ്ലോ ആയിട്ട് ചെയ്തെടുത്താൽ ആ വർക്ക് നീറ്റാവും. നേരെ മറിച്ച് തിരക്കിട്ട് അത് തീരാൻ വേണ്ടി എളുപ്പം ചെയ്യുന്ന സമയത്ത് അതാകും. ഞാൻ എപ്പോഴും ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുന്ന സമയത്ത് നല്ല സ്ലോയിലാണ് ചെയ്തെടുക്കുക. കുറച്ച് നേരം കഴിഞ്ഞ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ നിർത്തി വെച്ച് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ചെയ്യും. എന്നാൽ ഒരുമിച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഒരു മടുപ്പ് വരും, അത് ചെയ്തിട്ട് ശരിയാവുമല്ല, അങ്ങനെ വരും. അതുകൊണ്ട് എപ്പോഴും ചെയ്യുന്ന സമയത്ത് നല്ല സ്ലോ ആയിട്ട് ചെയ്തെടുക്കുന്നതാണ് നന്നാവുക. കാരണം ഇതേമാതിരി റൗണ്ടായിട്ട് ഫുള്ളായിട്ട് ചെയ്ത് കൊണ്ടുവന്നു. ഞാൻ ചെയ്തെടുത്തൊരു റൗണ്ട് ഈ ഡിസൈൻ ഇതേമാതിരി ഉണ്ടാവും ഫുള്ളായിട്ട് ചെയ്തെടുത്ത് കഴിയുന്ന സമയത്ത്. നല്ലതാണ്. നമുക്കത് നടുക്കിൽ സാറ്റിൻ സ്റ്റിച്ച് ചുറ്റും ക്രോസ് സ്റ്റിച്ചുമായിട്ട് ചെയ്തെടുത്തത്. ഇത് നമ്മളെ ഡബിൾ ഷെയ്ഡിൽ നൂലിൽ ബെഡ്ഷീറ്റിലൊക്കെ ചെയ്ത പില്ലോ കവറിലൊക്കെ ചെയ്ത സമയത്ത് നല്ല ഭംഗി ഉണ്ടാവുകയാണ്.